പുനലൂർ ശബരിഗിരി സ്കൂളിൻ്റെയും സ്പോർട്ടി ഫിറ്റ് ജെൻ ബാംഗ്ലൂരിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പുനലൂർ സിറ്റി മാരത്തോൺ 2024 ആഗസ്റ്റ് 26 നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നമ്മൾ ഈ സിറ്റി മാരത്തോൺ ഈ വർഷം നമ്മൾ ആഘോഷങ്ങളൊക്കെ കുറച്ചിരിക്കുക. ഓണാഘോഷമൊക്കെ വളരെ ഒന്നുമില്ല അതിൽ. പക്ഷേ മാരത്തോൺ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മരണയ്ക്കായിട്ട് നടത്തുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ രാജ്യം നമുക്കെല്ലാം അറിയാം, ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ജനാധിപത്യ മര്യാദകൾ തുടരുന്ന ഒരു രാജ്യമാണല്ലോ നമ്മുടെ രാജ്യം. അപ്പം നമ്മൾ എല്ലായിടത്തും മുന്നേറുന്നവരാണ് എന്നുള്ളതിൻ്റെ ഒരു 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 ലക്ഷണം കുട്ടികളിലൂടെ പകർന്നു കൊടുക്കാനായിട്ടാണ് ഈ സിറ്റി മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ഈ കായിക ബലം എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും പ്രധാനം. കുട്ടികൾ ഓടുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ കാൽപാദത്തിലെ, കാലിലെ, തുടയിലെ, നട്ടെല്ലിന്, കൈയുടെ എല്ലാ ഭാഗത്തുള്ള എല്ലാ മാംസപേശികൾക്കും മസിൽസിനും ഏറ്റവും നല്ലൊരു ഒരു വ്യായാമമാണ്. അപ്പോൾ ആ ഓട്ടത്തിൻ്റെ പ്രാധാന്യം, ഈ മാരത്തോൺ എന്ന് പറഞ്ഞാൽ അതിദൂര ഓട്ടമാണ്, സാധാരണ ഓട്ടമല്ല. സാധാരണ 100 മീറ്റേഴ്സ് അങ്ങനെയുള്ള ഓടമല്ല, അതിദൂര ഓടം, വളരെ കൂടുതൽ കിലോമീറ്റർ ഓടും. അപ്പോൾ ഒരാളുടെ സ്റ്റാമിന ടെസ്റ്റ് ചെയ്യുന്ന ഒരു അവസരം കൂടിയാണ് അത്. കുട്ടികളിൽ ചെറുപ്പകാലത്തെ തന്നെ കുട്ടികളിൽ അതിൻ്റെ ഒരു 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 വില മനസ്സിലാക്കിക്കാനും മാത്രമല്ല ഒരുമിച്ചൊരു കൂട്ടായ്മയോടുകൂടി നമ്മളിങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളോട് നമ്മുടെ ഒരു ആദരവ് കാണിക്കാനുമായിട്ട് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം. നമ്മളിത് 3ാമത്തെ വർഷമാണ്. മുൻ വർഷങ്ങളിലൊക്കെ നല്ല സഹകരണമാണ് നിങ്ങളിൽ നിന്നെല്ലാം ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അതുപോലെ ഉണ്ടാകണം. തീർച്ചയായിട്ടും നമ്മൾ ഈ കായിക ബലം ഉറപ്പിക്കുന്നതിനുള്ള ഒരു സന്ദേശം കൂടിയാണ് കുട്ടികൾക്ക് നൽകുന്നത്. ഇത് നമ്മൾ കുട്ടികൾ മാത്രമല്ല, പബ്ലിക്കിന് കൂടെ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യ രംഗത്ത് ഉള്ള ഒരു ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രോഗ്രാം കൂടിയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു നല്ല പരിപാടിയായിട്ട് ശരി ഇളം തലമുറയ്ക്കും ഇവൻ മുതിർന്നവർക്ക് പോലും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് നട്ടെല്ലിനും ഈ കാൽമുട്ടിനുമൊക്കെ നല്ല എക്സസൈസാണ് ഓട്ടം എന്ന് പറയുന്നത്. ഓടുമ്പോൾ ഉള്ള ഓടുമ്പോൾ ഓടിക്കഴിയുമ്പോൾ കൊച്ചു കുട്ടികൾ വരെ ഓടുന്നുണ്ട്. അവർക്ക് കുറച്ച് ദൂരം ഓടിക്കുന്നു. എത്ര കിലോമീറ്റർ ഓടുന്നത്? 14 കിലോമീറ്റർ ഓടാന്ന് പറയുമ്പോഴേ ഓടിക്കഴിയുന്ന ആളിന് ഞാൻ കൊള്ളാം എന്നൊരു അല്ലേ ഒരു ആത്മബലം വരും. അപ്പോൾ അത് വരുത്തുക എന്നുള്ളതാണ് പ്രധാനം. തീർച്ചയായിട്ടും ഈ സംരംഭത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഇതാണ് എനിക്ക് പറയാം. സാറും പറഞ്ഞതുപോലെ ഇത് 3ാമത്തെ വർഷമാണ്. നമ്മൾ കഴിഞ്ഞ 2 വർഷവും പ്രസ് മീറ്റിങ്ങിൽ വന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. ഓരോ വർഷവും നമ്മൾ മുന്നോട്ടാണ് നീങ്ങുന്നത്. കഴിഞ്ഞ വർഷം 11 കിലോമീറ്ററേ നമുക്കുണ്ടായിരുന്നുള്ളൂ. ഈ വർഷം അത് 14 ആക്കി. അത് ഓപ്പൺ കാറ്റഗറിയാണ്. 4 കാറ്റഗറിയിലാണ് ഈ വർഷം. കഴിഞ്ഞ വർഷം 3 കാറ്റഗറി ഉണ്ടായിരുന്നുള്ളൂ. ഓപ്പൺ കാറ്റഗറിയിൽ 14 കിലോമീറ്ററാണ് ഓടുന്നത്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ തുടങ്ങുന്നത് ഒരു സ്ഥലത്തും അവസാനിക്കുന്നത് സ്കൂളിലുമായിരുന്നു. ഈ വർഷം തുടങ്ങുന്നത് സ്കൂളിൽ തന്നെയാണ്, അവസാനിക്കുന്നത് സ്കൂളിൽ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്പൺ കാറ്റഗറി ഇവിടുന്ന് ഓടി നമ്മൾ ഇളമ്പൽ ജംഗ്ഷൻ വരെ പോകും. ഇളമ്പൽ ജംഗ്ഷനിൽ നിന്ന് ലൂപ്പ് ചെയ്ത് തിരിച്ച് നമ്മളിവിടെ സ്കൂളിൽ അവസാനിക്കും. 7 കിലോമീറ്റർ അങ്ങോട്ട്, 7 കിലോമീറ്റർ ഇങ്ങോട്ട്, 14 കിലോമീറ്റർ. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് അണ്ടർ 19 ആണ്, 19 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അത് ഓടുന്നത് സ്കൂളിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സിംഫണി ഓഡിറ്റോറിയത്തിന്റെ അവിടെ വരെ പോയിട്ട് അവിടെ ലൂപ്പ് ചെയ്തിട്ട് തിരിച്ച് സ്കൂളിൽ തന്നെ അവസാനിക്കും. 3ാമത്തെ കാറ്റഗറി ഇപ്രാവശ്യം ഒരു പുതിയ കാറ്റഗറിയാണ്, വെറ്ററൻസ് കാറ്റഗറി. അതായത് 50 വയസ്സിന് മുകളിലുള്ളവർക്കും കൂടെ ഇതിനകത്ത് പങ്കെടുപ്പിക്കണമെന്ന് കഴിഞ്ഞ വർഷം തന്നെ വെറ്ററൻസിന്റെ ഒരു അസോസിയേഷൻ ഉണ്ട്. അവർ ഇങ്ങോട്ട് വന്ന് അഭ്യർത്ഥിച്ചു ഞങ്ങളെയും കൂടെ ഇതിനകത്ത് പങ്കെടുപ്പിക്കണം. അങ്ങനെ അണ്ടർ 50 വയസ്സിന് മുകളിലുള്ളവർ, അണ്ടറല്ല 50 വയസ്സിന് മുകളിലുള്ളവർക്ക് ഒരു വെറ്ററൻസിന്റെ ഒരു വിഭാഗം കൂടെ ഉണ്ട്. അവർ ഓടുന്നത് 9 കിലോമീറ്ററാണ്. അതായത് 6 കിലോമീറ്റർ. അത് ഇവിടുന്ന് ഓടി ചെമ്മന്തൂർ വരെ ഓടിയിട്ട് ചെമ്മന്തൂരിൽ നിന്ന് ലൂപ്പ് ചെയ്ത് തിരിച്ചിവിടെ വരും. ഇവിടുന്ന് ചെമ്മന്തൂർ വരെ 3 കിലോമീറ്ററും തിരിച്ച് ലൂപ്പ് ചെയ്ത് ഇവിടെ വരുന്നത് അടുത്ത 3 കിലോമീറ്റർ, 6 കിലോമീറ്ററാണ് വെറ്ററൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 4ാമത്തെ കാറ്റഗറി നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് അണ്ടർ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് 4ാമത്തെ കാറ്റഗറി. അത്
4 കിലോമീറ്ററാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഗെയിൻ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങി നമ്മുടെ പുല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിന്റെ മുന്നിൽ കൂടെ കറങ്ങി വൺ വേ കൂടെ വന്ന് തിരിച്ചിവിടെ അവസാനിക്കും. 4 കിലോമീറ്ററാണ്. ഇത് എല്ലാം നമ്മൾ ആരംഭിക്കുന്നത് രാവിലെ 6 മണിക്ക് 26-ാം തീയതി, അടുത്ത തിങ്കളാഴ്ചയാണ്. 6 മണിക്ക് ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. അത് ഓടി തീർന്നവർക്ക് ഫസ്റ്റ് ഓപ്പൺ കാറ്റഗറിയിൽ നമ്മൾ ഫസ്റ്റ് പ്രൈസ് വെച്ചിരിക്കുന്നത് 10,000 രൂപയാണ്. 10,000 റുപ്പീസ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് പ്രൈസ് 5,000 രൂപയും തേർഡ് പ്രൈസ് 3,000 രൂപയും കൊടുക്കുന്നു ഓപ്പൺ കാറ്റഗറിയിൽ ഓടുന്നവർക്കാണ്. രണ്ടാമത്തെ കാറ്റഗറി അണ്ടർ 19-ല് 2 പേർക്ക് ബോയ്സിനും ഗേൾസിനും നമ്മൾ പ്രൈസ് മണി കൊടുക്കുന്നുണ്ട്. ആൺകുട്ടികൾ അണ്ടർ 19 ആൺകുട്ടികൾക്ക് ഫസ്റ്റ് പ്രൈസ് 5,000, സെക്കൻഡ് പ്രൈസ് 3,000, തേർഡ് പ്രൈസ് 2,000. ഇതേ ഗണത്തിൽ തന്നെ പെൺകുട്ടികൾക്ക് നമ്മൾ അണ്ടർ 19-ൽ കൊടുക്കുന്നുണ്ട്. അണ്ടർ 19 ഓടി വരുന്ന പെൺകുട്ടികൾക്കും ഫസ്റ്റ് പ്രൈസ് 5,000, സെക്കൻഡ് പ്രൈസ് 3,000, തേർഡ് പ്രൈസ് 2,000. ഇനി വെറ്ററൻസിനും കുട്ടികൾക്കുമായിട്ട് നമ്മുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ് കൊടുക്കുന്നത്. അതൊരു വെറ്ററൻസിനായിട്ട് പ്രൈസ് ഉണ്ട്, പക്ഷെ ട്രോഫി ആയിരിക്കും, പ്രൈസ് മണി ആയിട്ട് വെച്ചിട്ടില്ല. അത് വരും വർഷങ്ങളിൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാ വർഷവും കഴിഞ്ഞ വർഷം നമ്മുടെ പ്രൈസ് മണി 5,000, 7,000 ആയിരുന്നു. അതാണ് ഇപ്പം 10,000-ിലോട്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അണ്ടർ 15 കുട്ടികൾക്ക് ചില അഭ്യർത്ഥന വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പ്രൈസ് മണിക്ക് പകരം ഈ ഗിഫ്റ്റ് വൗച്ചേഴ്സ് കൊടുക്കുമ്പോൾ ഉപയോഗമുള്ള ഗിഫ്റ്റ് വൗച്ചേഴ്സ് നമ്മൾ വിചാരിക്കുന്നത് ചില ഈ ലുലു മോൾ പോലുള്ള സ്ഥലത്ത് നിന്നും നമുക്കൊരു 2,000 രൂപയുടെ 1,500 രൂപയുടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ റെഡിയാക്കിയാൽ ആ എമൗണ്ട് അവർക്ക് അത് അവിടെ പോയിട്ട് എന്ത് സാധനം വേണമെങ്കിലും നമുക്കത് വാങ്ങിക്കാൻ പറ്റും. 1,500 രൂപയ്ക്കുള്ള ഏത് സാധനങ്ങളും നമുക്കത് അവർക്ക് എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അണ്ടർ 15-ലെ കുട്ടികൾക്ക് അതൊരു ഉപയോഗമാവും. 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ധീരയോദ്ധാക്കളുടെ സ്മരണാർത്ഥം പൊതുജനങ്ങളെയും കായിക താരങ്ങളെയും വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സിറ്റി മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. പാലക്കാട്, തൃശൂർ, ചെന്നൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും 14 പെൺകുട്ടികളടക്കം 600-ൽ പരം കായിക താരങ്ങൾ മാരത്തോണിൽ പങ്കെടുക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ മാരത്തോൺ പൂർണ്ണ വിജയമായതിന് പിന്നാലെയാണ് കൂടുതൽ ജനപങ്കാളിത്തത്തോടെ പരിപാടി സംഘടിപ്പിക്കുന്നത്. മാരത്തോണിന്റെ സമാപന സമ്മേളനം പുനലൂർ MLA PS സുബാൽ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ ചെയർമാൻ ഡോക്ടർ VK ജയകുമാർ, ഡയറക്ടർ അരുൺ ദിവാകർ, പ്രിൻസിപ്പൽ MR രശ്മി, ക്യാപ്റ്റൻ K സുരേഷ്, രാജീവ് എന്നിവർ പങ്കെടുത്തു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.